ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പുത്തൂരുള്ള കാർ 6 യൂസ് കാർ ഷോറൂമിലാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ പരിചയപ്പെടുത്തി തരുന്നത് ഇതിൻ്റെ ഓണർ കൂടിയായ ആദ്യം നമുക്ക് ഇന്നോവ തുടങ്ങില്ല. അതെ, ഇന്നോവ ഏതാ മോഡൽ വേണ്ടത്? ഇത് 2012 മോഡൽ ഇന്നോവയാണ്. എത്ര ഓണർഷിപ്പ് വയ്ക്കുന്നത്? ഇത് ഓണർഷിപ്പ് 4 ഓണർഷിപ്പ് ഉണ്ട്. ബോഡിയിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലൊരു വണ്ടിയാണ്. പിന്നെ റീറേസ്ഡ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. എവിടുന്ന് റീ ആയതാണ്? ഇത് റീ ആയിട്ടുള്ളത് മഹാരാഷ്ട്ര MH വണ്ടിയിലാ? MH വണ്ടി റീ ആകാം. ഇത് ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 6 ലക്ഷം രൂപയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊക്കെ മാറ്റുന്നില്ല നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക്. ഒരു പോളോ ഉണ്ടല്ല? പോളോനെ പരിചയപ്പെടുകയാണെങ്കിൽ 2019 പോളോ, സെക്കൻഡ് ഓണർഷിപ്പ്, റെഡ് കളറ്. അതേപോലെ 66,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. ഫുള്ളൊക്കെ നീറ്റ് ക്വാളിറ്റി അല്ല, നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാം. അതേപോലെ മേജർ ക്ലെയിമുകൾ, ആക്സിഡന്റ് ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ പക്ക നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. യുവാക്കൾക്കിടയിലൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് റെഡ് കളർ പോളോ. ടയർ ഭാഗമാണെങ്കിലും കസ്റ്റമർക്ക് എന്തായാലും വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാനില്ല. ഇതിന് വില എത്ര ലാസ്റ്റ്? ഇത് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് 6,90,000 രൂപയെന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം കുറച്ചിട്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ നമുക്കൊരു 6,75,000 രൂപ ലെവലിൽ കൊടുക്കാൻ മതി. അടുത്ത ബ്രസ ഉണ്ടല്ല? ബ്രസയാണ്. ബ്രസ 2016 തേർഡ് ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 120, 125 ഓടിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു SUV ടൈപ്പിൽ ലെഗ് സ്പേസും കാര്യങ്ങളൊരു വണ്ടി. ബ്രസനെ കുറിച്ച് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തണ്ടല്ലോ. ഡീസൽ വണ്ടിയില്ല? ഡീസൽ വണ്ടിയാണ്. ZDI പ്ലസ് ആണ്, ഏറ്റവും ഫുൾ വേരിയന്റാ. ഇത് ചോദിക്കുന്ന റേറ്റ് എത്ര ലാസ്റ്റ്? ഇത് നമുക്ക് ഒരു 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് ഒരു ബ്രസ. ഒരുപാട് സ്വിഫ്റ്റിന്റെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ. കളക്ഷൻസ് ഉണ്ട് ഇവിടെ. സ്വിഫ്റ്റ് നമുക്ക് കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി, സർവീസ് ഹിസ്റ്ററി, അതേപോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ചെയ്യണുള്ളൂ. ആദ്യം നമുക്ക് റെഡ് തുടങ്ങിയ റെഡ് ആവശ്യപ്പെടുന്ന ഒരാക്കണെങ്കിൽ പിന്നെ ZXi പ്ലസ്, ZXi മോഡലാണ്, പ്ലസ് ഇല്ല, ZXi പ്ലസ് മോഡലാണിത്. ഓപ്ഷന് നേർ താഴെയുള്ള വണ്ടി. ഇതില് പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഉണ്ട്. ഓണർഷിപ്പ് 4 ഓണർഷിപ്പ് ഉണ്ട്. വണ്ടി 4 ഓണർഷിപ്പ്. 5,20,000 രൂപയ്ക്ക് കൊടുക്കാം. 5,20,000 സ്വിഫ്റ്റ് 2018 മോഡലാട്ടോ. 2018 മോഡല്. അതേപോലെ ഈ ബ്ലൂ കളർ സ്വിഫ്റ്റ് വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi 2021 മോഡല്. 15,000 ഓടിയിട്ടുള്ളൂ. ആകെ 15,000 കിലോമീറ്റർ ഓടിയ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി. ഫുള്ളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി. ബ്ലൂ കളറാണ്. ടയർ ഭാഗങ്ങളും അതേപോലെ ടയറൊക്കെ ടച്ചപ്പുകളോ കാര്യങ്ങളൊന്നും ലോ കിലോമീറ്റർ ആണ്. ഫുള്ളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് 15,000 കിലോമീറ്റർ മാത്രം ഓടിയ എൻ്റെ ഇത് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. 15,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർക്ക്. റീപ്ലേസ് ഒന്നും ഇല്ല? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,15,000 രൂപ. ഈ ഓടാത്ത വണ്ടിക്ക് മാക്സിമം റേറ്റ് ഉണ്ട്. കാരണം നമ്മൾ അത്രയും വിലക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ സ്വിഫ്റ്റ് ഉണ്ടല്ല? ഇത് ഒരു പ്രത്യേക കളറാണ്. സ്വിഫ്റ്റ് വരുന്ന ഒരു ഗ്രേ കളറ്. ഇത് ഓട്ടോമാറ്റിക് 2020 വണ്ടിയാണ്. ഓട്ടോമാറ്റിക് VXi 2020. അതേപോലെ ഇതിൽ സ്കേട്ടിങ്ങും അതേപോലെ സ്പോയിലർ കാര്യങ്ങൾ കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള നല്ലൊരു വണ്ടി. സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നുമില്ല. മേജർ ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്.
ഇത് AMT ഗിയർ ബോക്സ് ഉള്ള വണ്ടിയല്ലേ? AMT ഗിയർ ബോക്സ് വരുന്നത്. സ്വിഫ്റ്റിലൊക്കെ AMT ഗിയർ ബോക്സ് തന്നെ ഉള്ളൂ. ഓക്കെ. പിന്നെ റീപ്ലേസോ അതേപോലെ മേജർ ക്ലെയിമുകൾ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. ഇത് ഫൈനൽ റേറ്റ് നമുക്ക് കസ്റ്റമർ എത്ര കൊടുക്കും? നമ്മൾ 6 രൂപ 6 രൂപേൻ്റെ മേലൊക്കെ ആവശ്യപ്പെട്ടിരുന്ന വണ്ടിയായിരുന്നു. ഒരു 6 രൂപക്ക് നമ്മളോട് എക്സ്പെക്ട് ചെയ്യണേ, അതിലും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 6 കുറച്ച് കമ്മിയായിട്ട് തരും. എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് ബാർഗൻ ചെയ്ത് ലെവൽ ചെയ്യാം. ഈ വാഹനത്തൊക്കെ ലോൺ കിട്ടൂല? ലോണൊക്കെ മാക്സിമം കിട്ടും. കിട്ടൂല. കസ്റ്റമറെ ട്രാക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ലോൺ നമുക്ക് വാങ്ങി കൊടുക്കാം. അപ്പോൾ കസ്റ്റമറെ സിവിൽ നോക്കിയിട്ടാണ് ഇവിടെ ലോണ് പാസ്സാവല്. അതേപോലെ പിന്നെ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഈ കാണുന്ന സ്വിഫ്റ്റ് വൈറ്റ് കളർ. വൈറ്റ് സ്വിഫ്റ്റിലാ 2023 11-ാം മാസം വണ്ടിയാണ്. വെറും 11,200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ടച്ചപ്പ് പോലും വണ്ടിമേ ചെയ്തിട്ടില്ല. പെയിന്റിങ്ങോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. പക്ക ക്വാളിറ്റി വണ്ടിയാണ്. 11,000 കിലോമീറ്റർ ഓടിയ അതിന്റെ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോവാ. ഒരു പുതിയ കാർ എടുത്ത് കൊണ്ടുപോകണം. അതിന്റെ ഹിസ്റ്ററിയിലെ ഒരു ബമ്പർ പോലും റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. അത്രയും ക്വാളിറ്റി. ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്ര? എങ്ങനെ ഇതിന്റെ വില എത്ര ലാസ്റ്റ്? ഇത് ഞങ്ങൾ 7 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടിരുന്ന വണ്ടിയായിരുന്നു. നമുക്കൊരു 6,85,000 രൂപ കൊടുക്കാം. 6,85,000. 6,85. മാനുവൽ വണ്ടിയാണ്. അതേപോലെ പിന്നെ എല്ലാ ഭാഗവും ക്ലിയർ ആണ്. എല്ലാ ഭാഗം കൊണ്ടും സിംഗിൾ ഓണർഷിപ്പുമാണ് വണ്ടി ഉള്ളത്. അടുത്തത് നമുക്ക് 20 മാനുവൽ ZX ഷിഫ്റ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോന്നോളി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കളക്ഷനുകൾ നമ്മളെ കയ്യിലുണ്ട്. ഷിഫ്റ്റിന്റെ ഒരു ചാകരനല്ല. ZXi, VXi, ZXi പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയന്റ് ഇതിൽ ഷിഫ്റ്റിലുള്ള എല്ലാ വേരിയന്റും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഷിഫ്റ്റിന് നിങ്ങളുടെ നില തന്നെ ഉണ്ട് കേട്ടോ ഈ ഷോറൂമിൽ. റെഡ്, ബ്ലൂ, വൈറ്റ് എല്ലാ കളറും നമുക്ക് ചെയ്യാം. നീ റീപ്ലേസ് എന്തെങ്കിലും അത് വണ്ടി? ഇല്ല, റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഉള്ള വണ്ടിക്ക് നമ്മൾ റീപ്ലേസ് ഉണ്ട് ലെവലിൽ കാണിച്ചു കൊടുക്കും. ഇത് ഏതാ മോഡൽ അറിഞ്ഞതിന്റെ? 2020. ഇത് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? നമുക്കൊരു 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപക്ക് ഫൈനൽ ചെയ്യും. അതേപോലെ ഒരു 2021 മോഡല് ZXi വേരിയന്റ്, നീല കളറ് ZXi ആണ്. സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. 6 ലക്ഷം രൂപക്ക് കൊടുക്കാം. ഓഫർ പ്രൈസ് ആട്ടോ. കാരണം 6 ലക്ഷം രൂപക്കൊന്നും വണ്ടി ഇപ്പോൾ ഒരുവിധമൊന്നും കിട്ടാനില്ല. ക്വാളിറ്റിയുള്ള വണ്ടികളൊന്നും കിട്ടാനില്ല. ഓഫർ റേറ്റ് ബ്ലൂ കളർ ഷിഫ്റ്റ് ടയറൊക്കെ ആവശ്യപ്പെട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് എന്തായാലും ഇവിടുത്തെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഷിഫ്റ്റിലൂടെ. അടുത്തൊരു വാഗണർ 2022 ZXi സിംഗിൾ ഓണർഷിപ്പ്, പുതിയ മോഡൽ വാഗണർ. റീപ്ലേസ് ഒന്നുമില്ല. ടച്ചപ്പ് ഒന്നുമില്ല. ടച്ചപ്പ് ചില്ലറ ടച്ചപ്പുകളൊക്കെ അതൊക്കെ നമ്മള് ടച്ചപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവാവും. ടച്ചപ്പ് എന്തായാലും വരും. കാരണം റോട്ടിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലേ. ബമ്പർ കാര്യങ്ങളൊക്കെ ടച്ചപ്പ് എന്തായാലും നമ്മളും ചെയ്യലുണ്ട്. മേജറായിട്ടുള്ള പെയിന്റ് അടിച്ച് വൃത്തികേടാക്കുക അല്ലെങ്കിൽ റീപെയിന്റ് ഒക്കെ അറിയുന്ന ലെവലിലൊന്നും ചെയ്തിട്ടില്ല. ക്ലീനാണ്. ഇത് ആവശ്യപ്പെടുന്ന റേറ്റ് എത്ര? ഇത് ആവശ്യപ്പെടുന്നത് 5,30,000 രൂപ. 2022 ZXi ലാസ്റ്റ് റേറ്റിലാ. മേജറായിട്ട് ടച്ചപ്പോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മേജറായിട്ടൊന്നും. റോട്ടിൽ കൂടെ തന്നെ സ്വാഭാവികമായിട്ട് ബമ്പർമേലൊക്കെ പെയിന്റ് അടിക്കലുണ്ട്. ഇത് ഫൈനൽ എത്ര പറഞ്ഞത്? 5,30,000 രൂപ. ഫൈനലൊന്നുമല്ല, നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇവിടെ വന്നാൽ ചോദിച്ചാൽ മതി. ചോദിക്കണില്ല. പിന്നെ അൾട്ട് ഒരു വണ്ടി, ചെറിയൊരു വണ്ടി, ചെറിയ ബഡ്ജറ്റിന്റെ 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ. ടാക്സ് ഒക്കെ പുതിയതാണ്. സീറ്റൊക്കെ ചെയ്ത വണ്ടിയില്ല. ആവറേജ് ക്വാളിറ്റിയുള്ള വണ്ടി. 1 ലക്ഷം രൂപന്റെ വണ്ടി. ഏതാ മോഡലാണ്? ഇത് 2009. ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം. അതേപോലെ നമുക്കൊരു ക്രെറ്റ കാണിച്ചു കൊടുത്താലോ? ഇത് 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ക്രെറ്റ, ഡീസൽ വേരിയന്റ് ആണ്. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ്,
കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മേജർ സർവീസൊക്കെ കഴിഞ്ഞു. അതേപോലെ അലോവിയിൽ എല്ലാം ഉണ്ടല്ലോ. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസുകളൊന്നുമില്ല. ഒന്നുമില്ല. റീപ്ലേസ് ഉണ്ട്, നമ്മൾ അത് പ്രത്യേകം പറയും റീപ്ലേസ് ചെയ്യുന്ന ഭാഗം ഉണ്ട് എന്നുള്ളത്. കഴിയുന്നത് റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കല്. റീപ്ലേസ് ഫ്ലഡ് എഫക്റ്റ് ഒന്നും ഇല്ല വണ്ടി. നമ്മളെ ഷോറൂമിൽ ഫ്ലഡ് എഫക്റ്റ്, റീപ്ലേസ്, മേജർ റീപ്ലേസുകളുള്ള വണ്ടി, ടോട്ടൽ ലോസ് വണ്ടികളൊന്നും ഒന്നുമില്ല. ചെയ്യില്ല. ഇത് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 8,25,000 രൂപക്ക് കൊടുക്കാം. സിൽവർ കളറ്, സെക്കൻഡ് ഓണർഷിപ്പ്, മേജർ സർവീസ് കാര്യങ്ങളൊക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി മേജറായിട്ടൊന്നും ചെയ്തിട്ടില്ല, വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. അൾട്ടണ്ണൂറ്. ഇത് 2021 മോഡല്. 2021 മോഡൽ അൾട്ടണ്ണൂറ്. ഇത് ഏതാണ് വേരിയന്റ്? LXI വണ്ടിയില്ല. LXI വേരിയന്റ് ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, വൈറ്റ് കളറിൽ. മേജറായിട്ടൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. പെയിന്റൊക്കെ അൾട്ടണ്ണൂറിൽ മോഡൽ കൂടിയ വണ്ടി നോക്കുന്ന ഒരാൾക്ക് എടുക്കാം. ഇത് എത്ര ഫൈനൽ കൊടുക്കാം? ഇത് നമുക്കൊരു 3,00,000 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നും കേട്ടോ. വണ്ടി ക്രിസ്റ്റ വണ്ടി 2016 മോഡല് റീ രജിസ്റ്റർ ചെയ്ത ക്രിസ്റ്റ. നമ്മളെ മലപ്പുറത്തോട്ട് നമ്പർ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഇത് വേരിയന്റ് ഉണ്ട്. ഇത് G4 വണ്ടിയില്ല. ഇതിൽ ടൈൽ ലൈറ്റ്, അതേപോലെ ബാക്ക് സ്കേർട്ട്, പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. സീറ്റൊക്കെ ഫോർച്യൂണറിന്റെ ഇലക്ട്രിക് സീറ്റ് ആക്കിയിട്ടുണ്ട്. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ? ഫോർച്യൂണർ ടൈപ്പ് ചെയ്തിരുന്നു. 8 സീറ്റർ 7 സീറ്റർ വണ്ടിയാണ്. 8 സീറ്റ് ആക്കിയതാണ്. പിന്നെ ടൈപ്പ് 3ക്ക് കൺവേർട്ട് ചെയ്തതാണ് വണ്ടി. അതിൻ്റെ അഡീഷണൽ ഫിറ്റിങ്സ്, ടൈൽ ലൈറ്റ്, ബമ്പർ സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 11.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി 11.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇന്നോവ ക്രിസ്റ്റ, ഗ്രേപ്പ് കളർ ക്രിസ്റ്റ, ഓട്ടോമാറ്റിക്, 2019 മോഡലാണ്. നമ്പറായ വണ്ടിയാണ്. ഇവിടെ നമ്പർ ഇവിടുന്ന് ഏതാണ്? ഇത് HR ഡൽഹി. ഇത് ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ആകെ 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പിന്നെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ല. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക്. ക്രിസ്റ്റയില് ഒരു 5-6 വണ്ടി കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാ വണ്ടിയും നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യപ്പെടുന്ന റേറ്റ് എത്ര? നമ്മൾ ആവശ്യപ്പെടുന്നത് 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. സിൽവർ വണ്ടി. ഇതിൽ അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2017 മോഡലാണ് വണ്ടി. 17 മോഡലാ? 2017 ഇവർക്ക് നമ്പറായ വണ്ടിയാണ്. പിന്നെ ബമ്പർ സ്കേർട്ടും ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പറായ വണ്ടിയാണ്. ഇത് എവിടെ നമ്പർ ഏതാണ്? ഇത് ഡൽഹി നമ്പറായ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ്ഡ് ഇല്ല. മെയിൻ ക്ലാസ് എല്ലാ വണ്ടിക്കും നോർമലി വണ്ടിക്ക് മാറുന്നതാണ്. ഒരുവിധം മൈഗ്രേറ്റ് ചെയ്ത വണ്ടികളൊക്കെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവാറുണ്ട്. മേജറായിട്ടൊന്നും വണ്ടി കാണാനില്ല. മേജറായിട്ടൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്കൊരു 12,75,000 രൂപക്ക് കൊടുക്കാം. 12,75,000 ഇന്നോവ ക്രിസ്റ്റ. അടുത്തൊരു ക്രെറ്റല, പുതിയ മോഡൽ ക്രെറ്റ. ബ്ലാക്ക് കളറ് ക്രെറ്റ. അത്യാവശ്യം ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു സാധനമാണിത്. ഡീസലില് ബ്ലാക്ക് കളറ്, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ പീസ്. ഉള്ളൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് വണ്ടി. ഇതെത്ര അവസാനം കൊടുക്കാം നമുക്ക്? 11.5 ലക്ഷം രൂപ കൊടുക്കാം. 11.5 ലക്ഷം രൂപയ്ക്ക് ഒരു ക്രെറ്റ. ബൊലേനോ. ഈ വണ്ടി 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അൽഫ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അൽഫല കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നോക്കുന്ന ഒരാൾക്ക് പറ്റും. പെട്രോൾ വേരിയൻ്റ് ആണ്. അൽഫ ഓപ്ഷനാണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്,
85,000 കിലോമീറ്റർ ഓടിക്കുന്ന റീപ്ലേസ് ഒന്നുമില്ല, മേജർ റീപ്ലേസുകളും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യമൊന്നും ഇല്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി നമുക്ക് 4,80,000 രൂപക്ക് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പുത്തൂരാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ കളക്ഷൻസാണ് ഉണ്ട് ഇവിടെ. അപ്പോൾ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഈ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ മലപ്പുറം കോട്ടക്കൽ റോഡാണത്, പുത്തൂർ ഭാഗത്താണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.